എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. 2024 അവസാനിക്കാറായി അല്ലേ? ഒരുപാട് പരീക്ഷകൾ നടന്നുപോയൊരു വർഷമാണിത്. LPSC, UPSC നടന്നു, അതുപോലെ തന്നെ LDC, LGS ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നടന്നു. ഇനി വരാനിരിക്കുന്ന ഈ ഒരു മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ 2024 അവസാനത്തോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു വർഷം അവസാനം ഡിസംബർ അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് PSC അറിയിച്ചിരുന്നു. അതിന് തുടക്കം എന്നുള്ള പോലെ തന്നെ ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധിക ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ PSC കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് പ്രിലിംസ് ഉണ്ടായിരിക്കും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിലിംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിൻ എക്സാം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിരിക്കും, അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ധാരണകളൊക്കെ PSC ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അല്ലേ? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്നല്ല, ഒരു പരീക്ഷയ്ക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാമെന്നല്ല തീരുമാനിക്കേണ്ടത്. നമുക്ക് ഏകദേശം ആ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട പോളിസി. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്വപ്നം കാണുന്ന മറ്റൊരു പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റുകൾ. അവിടെ SIയും എക്സൈസ് ഇൻസ്പെക്ടറും ഈ വർഷം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ളതാണ്. അപ്പോൾ SI ആയാലും നിങ്ങൾക്കറിയാം പ്രിലിംസ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാത്തിനും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ തന്നെ പ്രിലിംസ് ഉണ്ടായിരിക്കും. കോമൺ പ്രിലിംസ് ആകാനാണ് സാധ്യത. ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടർക്കും SIക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ ഒരേ പ്രിലിമിനറി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിന്നായിരിക്കും മെയിൻ എക്സാമിനുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഉള്ള പരീക്ഷയാണ് ഈ ഒരു 3 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള പരീക്ഷയാണ് ഈ ഒരു 3 എണ്ണവും. അപ്പോൾ ഓർത്ത് വയ്ക്കുക വരാനിരിക്കുന്ന നല്ല 3 പോസ്റ്റുകൾ. ഇനി അതുപോലെ +2 ക്വാളിഫിക്കേഷനുള്ള നിങ്ങൾ ഇതുപോലെ യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നതാണ് ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അത് ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ ഫയർമാൻ, ഡ്രൈവർ, സിവിൽ പോലീസ് ഓഫീസർ. ഇത്രയും പോസ്റ്റുകൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരാനിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്കറിയാം പ്രിലിംസ് ഉണ്ടായിരിക്കില്ല, മെയിൻ എക്സാം തന്നെയാണ്, ഒറ്റ എക്സാം തന്നെയാണ് ഉണ്ടാവുക. യൂണിഫോം പോസ്റ്റുകൾക്ക് പ്രിലിംസ് പതിവില്ല. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് എങ്കിൽ നേരെ പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിനൊക്കെ എന്തുണ്ട്? സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ആവാനായിട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പം മുൻകാല ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് എന്നുള്ളത്. ഇനി അതുപോലെ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്കാണ് എങ്കിൽ, KGTE പോലെയുള്ള യോഗ്യതയുള്ളവർക്കാണ് എങ്കിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡിസംബർ അവസാനത്തോടുകൂടി വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമുക്ക് ഈ ഒരു വർഷം ഇനി നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് വരാനിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ നവംബറിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വന്നില്ല. എന്തായാലും ഈ ഒരു മാസത്തോടു കൂടി തന്നെ ആ ഒരു അപേക്ഷയും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. LD ക്ലർക്ക്, വാച്ച്മാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് ഒരുപാട് ഒഴിവുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തുമെന്നൊക്കെ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയും നമ്മൾ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് കേരള PSC മാത്രമല്ല, പല ഭാഗങ്ങളിലായിട്ട് ദേവസ്വം ബോർഡും അതുപോലെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കേരള PSC അല്ല ഹൈക്കോർട്ടിൻ്റെ പരീക്ഷ നടത്തുന്നത്, ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അത് നടത്തുന്നത് അല്ലേ? ആ ഒരു പോർട്ടൽ വഴിയാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ പല തരത്തിലായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ ഒരു ഡിസംബറിൽ നമുക്ക് വന്നു കിടക്കുന്നുണ്ട്, കുറേയൊക്കെ വരാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ 2025 ധാരാളം അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 2025 ഒരു സർവീസിൽ കയറാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് 2024 മുതൽ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ 2024 ഈ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിനുള്ള പഠനം ഇപ്പോഴേ തുടങ്ങാം. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് 10th പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പരീക്ഷകൾക്കുള്ള ഒരു പ്രിലിംസ് പരീക്ഷയാണ് വരാനിരിക്കുന്നത് അല്ലേ?
അതിലും ഒരുപാട് അവസരങ്ങളുണ്ട്. നല്ല ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കേണ്ട പരീക്ഷയാണ് 10th പ്രിലിംസ്. ഡിസംബർ അവസാനത്തോടു കൂടി തുടങ്ങുന്ന പരീക്ഷ ഫെബ്രുവരി വരെയാണ്. 2025 ഫെബ്രുവരി വരെ 10th പ്രിലിംസ് ഉണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പഠിച്ചാൽ ഈ ഒരു സെക്രട്ടേറിയറ്റ് OA പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർവീസിൽ കയറാം. മാത്രമല്ല ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള പോസ്റ്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അപ്പോൾ അവസരങ്ങളൊന്നും നമുക്ക് അവസാനിച്ചിട്ടില്ല. ഒരുപാട് അവസരങ്ങൾ ഇനിയും മുന്നിലുണ്ട്. അവയൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാം, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പഠിക്കാം. ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴേ പഠനം ആരംഭിക്കുക. മത്സരത്തിന് അത്യാവശ്യം കനം കൂടുതൽ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് പഠനം ഇപ്പോഴേ ആരംഭിക്കേണ്ട സമയമാണ്. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോലീസ് ഡ്രൈവർ, ഫയർമാൻ, ഫയർവുമൺ, പിന്നെ ഏതാണ് സിവിൽ പോലീസ് ഓഫീസർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ദേവസ്വം ബോർഡ്, അതുപോലെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്കുള്ള എല്ലാ കോഴ്സുകളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. പഠിച്ചു തുടങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതിന് ഒപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്